चुनाव में लड़ने को भी मर्यादा होती है, उसका पालन भी नहीं हुआ. RSS തലവൻ മോഹൻ ഭഗവത് ഇന്നലെ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇലക്ഷനിൽ ജയിക്കാനും ചില മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്, അതും ലംഘിക്കപ്പെട്ടു. 2014 മോദി അധികാരത്തിൽ വന്നതിന് ശേഷം 2014 മുതൽ 2024 വരെയുള്ള കാലയളവിൽ ഒരിക്കലും മോഹൻ ഭഗവത്തും RSSും മുൻനിരയിൽ വന്നിട്ടില്ല. BJPയെ ശാസിക്കുവാനോ ഉപദേശിക്കുവാനോ ഭരണത്തിൽ ഇടപെടുവാനോ അനുവദിക്കാത്ത വിധം ഒരൊറ്റയാൾ പട്ടാളമായി വിരാജിക്കുകയായിരുന്നു നരേന്ദ്രമോദി. എപ്പോഴും RSSന്റെ പിൻബലവും RSSന്റെ ഉപദേശവും നിർദ്ദേശവും അനുസരിച്ചാണ് വിവിധ BJP സർക്കാരുകൾ പ്രവർത്തിക്കുക. എന്നാൽ നരേന്ദ്രമോദിയുടെ കാലത്ത് അനിതര സാധാരണമായ നടപടിയായിരുന്നു. എല്ലാം ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുകയും ആ വ്യക്തി പ്രഭാവം കൊണ്ട് പ്രതിപക്ഷത്തെയും മാതൃസംഘടനകളെയും തൻ്റെ പാർട്ടിയിലുള്ള സമുന്നതരായ നേതാക്കളെയും എല്ലാവരെയും അടിച്ചൊതുക്കി തേരാളിയായി ഒരാൾ ഞാൻ മാത്രം, ഐ ആം ദ സ്റ്റേറ്റ് എന്ന രീതിയിൽ മുന്നേറുന്ന നരേന്ദ്രമോദിയുടെ ഈ പതനം, പരാജയത്തോടടുത്ത വിജയം, ആ ഘട്ടത്തിലാണ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ മോഹൻ ഭഗവത് നടത്തുന്നത്. പ്രതിപക്ഷം എന്ന് പറയുന്നത് ശത്രുക്കളല്ല, പ്രതിപക്ഷത്തിൻ്റെയും ശബ്ദം കേൾക്കണം എന്ന ഒരു ഉപദേശവും നരേന്ദ്രമോദിക്ക് BJPക്ക് മോഹൻ ഭഗവത് നൽകുന്നു. റിലീജിയസ് ഹേറ്റ്രഡ്, മതപരമായ വിരോധം, ആ വിരോധമാണ് മോദിയെ തറപറ്റിച്ചത് എന്ന കാര്യത്തിലും മോഹൻ ഭഗവത്തിന് സംശയമില്ല. BJPയുടെ പ്രസിഡന്റ് നഡ്ഡ ഇലക്ഷൻ കാലത്ത് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാരണം, RSSന്റെ സഹായം ഇനി BJPക്ക് ആവശ്യമില്ല. നരേന്ദ്രമോദിയുടെ BJPക്ക് ഇത്തരം ഒരു സഹായവും ആവശ്യമില്ലാതെ സ്വന്തമായി നിലനിൽക്കാൻ കഴിയുന്ന ഒരു എൻറ്റിറ്റിയായി BJP വളർന്നിരിക്കുന്നു എന്നാണ് BJP പ്രസിഡന്റ് നഡ്ഡ പറഞ്ഞത്. ഇതൊക്കെ RSSനെ ചൊടിപ്പിക്കുന്ന വിഷയമാണ്. ഇലക്ഷനിൽ കിട്ടിയ സെറ്റ് ബാക്ക്, ഏറ്റവും വലിയ തിരിച്ചടിയുടെ ഘട്ടത്തിൽ RSS മുൻ സീറ്റിലേക്ക് വരികയാണ്. ആദ്യമായിട്ടാണ് പരസ്യമായി മണിപ്പൂരിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ്റിന് ഒരു ഉപദേശ രൂപേണയുള്ള ഒരു ശാസന RSS നൽകുന്നത്. ഇതോടൊപ്പം അവിടെ ഭരിക്കുന്ന ബൈറൻ സിംഗിന് തീർച്ചയായും മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയേണ്ടി വരും. മണിപ്പൂരിൻ്റെ കാര്യത്തിൽ മൗനം പാലിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രധാനമന്ത്രിക്കും BJPക്കും അവിടെ സംഘർഷം അവസാനിപ്പിക്കാൻ സാധിക്കണം, അതിൽ ഫോക്കസ് ചെയ്യണം. ഒരു നിർദ്ദേശം കൂടി മോഹൻ ഭഗവത് നൽകുകയാണ്. ശത്രു സംഹാരം നടത്തി ഒരു യുദ്ധത്തിന് പോകുന്നത് പോലെ ശത്രുസേനയെ പരാജയപ്പെടുത്തി നിരായുധരാക്കി നിർവീര്യമാക്കി ചെയ്യേണ്ടതല്ല ഇലക്ഷൻ എന്നാണ് മോഹൻ ഭഗവത് പറയുന്നത്. പുറത്തു നിന്നും അകത്തു നിന്നും വിമർശനങ്ങൾ കേട്ടുകൊണ്ട് മാത്രമേ മൂന്നാം ഊഴം പൂർത്തിയാക്കാൻ നരേന്ദ്രമോദിക്ക് സാധിക്കുകയുള്ളൂ.